നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ അമ്പിളി ആലോചിക്കുന്നേ? അവൻ വല്ല കുനിഷ്ടം പറഞ്ഞോ നിന്നോട്? ഏയ്, വിനയന്റെ മനസ്സിൽ കുനിഷ്ടാണെങ്കിലും അവൻ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാനുമ്മേ. അല്ല, ഇപ്പൊ അവൻ എന്താ പറഞ്ഞത്? ചീരുവിനെ ഡിസ്ചാർജ് ചെയ്ത് അവൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നോ? അല്ല, അതാണ് അവന്റെ ഉദ്ദേശം എന്നാ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ മാഷ് അതിന് സമ്മതിക്കില്ല എന്നറിയാം. അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവൻ കൊണ്ടുപോട്ടെ ഭാനുമ്മേ. എന്റെ പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ? ഞാൻ പിന്നെ പറയാം. ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആവട്ടെ. ആ, ജസ്റ്റ് ഒന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞാൽ മതി. എങ്കില് ഒരു നിമിഷം കൂടി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിരുന്നെങ്കിലേ കറക്റ്റ് ഇന്ദ്രന്റെ അനുവിന്റെ മുമ്പിൽ തന്നെ ചെന്ന് പെട്ടേനെ. അതിന് നീ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ഇനിയിപ്പോ അഥവാ അവര് നിന്നെ കണ്ടാൽ തന്നെ എന്താ പ്രശ്നം? ഒരു ഹോസ്പിറ്റലിലെ മുറിയിൽ നിന്നല്ലേ നീ ഇറങ്ങി വന്നത്, അല്ലാതെ ഹോട്ടൽ മുറിയിൽ നിന്നൊന്നും അല്ലല്ലോ. എന്നാലും എങ്കിലെ അവരാരാണെന്ന് ചോദിച്ചാ? ഒരു ഫ്രണ്ടിന്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് പറയണം. യാദൃശ്യമായി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ നീ അവിടെ കയറി വിവരങ്ങൾ അന്വേഷിച്ചു. അതിനെന്താ കുഴപ്പം? നീ വിനയനെ അമ്പിളിയെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാ മതി. അവരാരെങ്കിലും ആമിയുടെ അടുത്ത് നിന്നെ കണ്ട അത് കുഴപ്പമാ. വേറെ ആര് കണ്ടാലും കുഴപ്പമില്ല. അങ്ങനെയല്ലെങ്കിലേ ഇതിപ്പോ ആര് കണ്ടാലും അമ്മാവന്റെ കാതിലെത്താലോ. അത് അപകടമല്ലേ? അങ്കിളെ, ആദിയുടെ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കാൻ അമ്മാവൻ അങ്കിളിനോട് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അവരിവിടെ ഉള്ള കാര്യം അമ്മാവൻ അറിഞ്ഞാലോ? അത് നീ പറഞ്ഞത് ശരിയാ. അണ്ണന്റെ തൊട്ടു മുമ്പിൽ തന്നെ നമ്മൾ അവരെ ഒളിപ്പിച്ചു എന്ന് അണ്ണന് തോന്നാം. അല്ലെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എല്ലാ വിവരവും അണ്ണനെ അറിയിക്കണം. അല്ല, അത് വേണ്ട. അമ്പിളിയോ വിനയനോ അറിഞ്ഞ അവരാവശ്യമില്ലാത്ത കഥകളുണ്ടാക്കും. ഞാൻ മനഃപൂർവ്വം അതേ ഹോസ്പിറ്റലിൽ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്താണെന്ന് വരെ പറഞ്ഞോളെ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ആരെയെങ്കിലും സത്യം അറിയിച്ചില്ലെങ്കിൽ അത് കൂടുതൽ അപകടമാവുന്ന എനിക്ക് തോന്നുന്നത്. അങ്കിളെ, ഈ നിയമോളെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ അങ്കിളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സുമയെ ഏൽപ്പിച്ചാലോ? അതുകൊണ്ട് എന്താ രഘു കാര്യം? സുമയെ അമ്പിളിക്കും പിന്നേനും അറിയാവുന്നതല്ലേ. അത് മാത്രമല്ല, അവര് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമിയ, എടുത്ത് സംസാരിക്കേ. ഹലോ ആമി. രഘുവേട്ടാ, രഘുവേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാൻ പുറത്താ, ദാസങ്ങളുടെ കൂടെ. എന്താ ആമി? രഘുവേട്ടൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതേ അനുപമയും ഹസ്ബൻഡും കണ്ടു. അവര് എന്റെ മുറിയിലോട്ട് കേറി വന്നു. അല്ല, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ചീര് കിടക്കുന്ന മുറി ഇതാണെന്ന് കരുതിയാ അവരിങ്ങോട്ട് കേറി വന്ന്. എന്നിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. രഘുവേട്ടൻ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണെന്നും യാദൃശ്ചികമായി ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണെന്നും ഞാൻ പറഞ്ഞു. അവരത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ തിരിച്ചു പോകുമ്പോ അനുപമ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്ത്? എന്തോ ഒരു സംശയമുള്ളതുപോലെ ചോദിച്ച്. അല്ല, ഹസ്ബൻഡിന്റെ പേര് ആദി എന്നാണ്. ഇനി ഇതൊരു പ്രശ്നമായ എന്താ ചെയ്യാ? അപ്പോ അനുവിന് നിന്നെ മനസ്സിലാക്കാണുമല്ലേ? അത് ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. ശരി. എന്താ രഘു, അനു ആമിയെ കണ്ടോ? അതെങ്കിലേ ഇന്ദ്രനും ഉണ്ടായിരുന്നു.
ഇതിനിപ്പോ എല്ലാരും അറിയല്ലോ. അനുപമ ഇതാരോടെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുവിനറിയാവുന്നല്ലേ. അതുകൊണ്ട് അനുപമ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യും. പാല് കുടിച്ചില്ലേ? ഇനി മോൻ ഇവിടെ കിടന്നാ മതി, ഇല്ലെങ്കിലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. ഓ ചേരൂ, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛനും ഇന്ദ്രേട്ടനും പോയിട്ട് പറയാന്ന് കരുതി കാത്തിരിക്കായിരുന്നു. എന്താ ചേച്ചി ഇത്ര രഹസ്യമായ കാര്യം? ഞാനും ഇന്ദ്രേട്ടനും അപ്പുറത്തെ മുറിയിൽ കയറി നോക്കിയെന്ന് പറഞ്ഞില്ലേ? അവിടെ ഉണ്ടായിരുന്നത് ആദിത്യന്റെ ഭാര്യയും കുഞ്ഞുവാ. ഏതാദിത്യൻ? ആ സ്വർണ്ണക്കടത്ത് കേസിലെയോ? അതെ. രഘുവേട്ടൻ അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ ഞങ്ങൾ കണ്ടത്. അയ്യോ ദൈവമേ, അപ്പോ രഘുവേട്ടൻ ആ കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചതായിരിക്കുമല്ലോ ചേച്ചി. അതെ, എനിക്ക് തോന്നുന്നത് രഘുവേട്ടൻ ഞങ്ങളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോയതാണെന്നാ. ആദിത്യന്റെ ഭാര്യയ്ക്കും ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചേച്ചി ഇന്ദ്രേട്ടനെ വരെ മനസ്സിലായോ? ഏയ്, രഘുവേട്ടന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ വൈഫും മോളും ആണെന്നേ ഇന്ദ്രേട്ടൻ അറിഞ്ഞിട്ടുള്ളൂ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇന്ദ്രേട്ടൻ അറിയില്ലല്ലോ അല്ലെ? ഇല്ല, അതൊക്കെ നടക്കുമ്പോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നില്ലേ. പിന്നെ രഘുവേട്ടന്റെ വണ്ടിയിൽ വെച്ച് കള്ളക്കടത്ത് സ്വർണം പിടിച്ച കാര്യമൊക്കെ ഇന്ദ്രേട്ടൻ അറിഞ്ഞു കാണും. അന്ന് നീ രഘുവേട്ടനെ ഇവരെ സഹായിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ കരുതിയില്ല ചേരു. ഇതിപ്പോ ആ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് മൊത്തം രഘുവേട്ടനെ ഏറ്റെടുത്ത പോലെയാ ചേരു. ഡോക്ടറോട് സംസാരിക്കുന്നത് പോലും രഘുവേട്ടനാ. കുഞ്ഞിന്റെ കാര്യം മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ചേച്ചി. കൂടെ ആദിത്യന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നത് രഘുവേട്ടനാണെന്ന് എല്ലാരും പറയും. ആ, അന്ന് ആദിത്യന് കൊടുക്കണമെന്ന് പറഞ്ഞ 10 ലക്ഷം ഇവർക്ക് കൊടുത്താ പോരായിരുന്നു രഘുവേട്ടന്? അവരത് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു പോവായിരുന്നു. ഇതൊക്കെ ഞാൻ രഘുവേട്ടനോട് പറഞ്ഞതേ ചേച്ചി. അപ്പൊ അവർക്ക് സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു.